ഒരു കുട്ടിയുടെ മരണമാണ് ഇപ്പോഴും ഒരു മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നത്. ഐ സോറി. രാവിലെ ഒരു കുട്ടി പാല് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കുട്ടിയായിരുന്നു അത്. നേർരേഖയിലൊന്ന് ഹോണടിച്ചു. ഞാൻ പറഞ്ഞു, കുട്ടി തിരിഞ്ഞു നോക്കി. അതൊരു 10-12 വയസ്സ് കാണും. എന്തുകൊണ്ടാണ് മാറാമെന്ന് എനിക്കറിയില്ല. തട്ടുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ റൺ ഓവർ. അത് പക്ഷേ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള സാധനമായിരുന്നു. റെയിൽവേ ട്രാക്കിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. എല്ലാ ലോക്കോ പൈലറ്റ്സിൻ്റെ ഏറ്റവും വലിയ പേടി ഡേഞ്ചർ സിഗ്നൽ പാസ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഒട്ടും രസകരമായ കാര്യമേ അല്ല. സാധാരണഗതിയിൽ ഭക്ഷണം പലപ്പോഴും പലരും മിസ് ചെയ്യുക. വെള്ളം കുടിക്കാതിരിക്കുകയും മൂത്രം ഒഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടുപോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഇടിച്ചിട്ടുണ്ട് കാട്ടുപോത്തിന്. ഇന്ത്യ ഞാനല്ല ഇടിച്ചത്. വണ്ടിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഈ വലിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഷോക്ക് അടിച്ച് ഓൺ ദ സ്പോട്ടിൽ കരിഞ്ഞ്. ഒരു നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതിനകത്തിരുന്നുകൊണ്ട്. ഞാനും മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു സൂയിസൈഡിന് വരുന്ന ഒരാളോട് എനിക്ക് യാതൊരു സഹതാപം തോന്നാറില്ല. ഇവർക്ക് മരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ തന്നെ അവരുടെ കൊലപാതകികൾ, ശരിക്കും ഞങ്ങളല്ല. അപ്പോൾ അനാവശ്യമായൊരു കുറ്റബോധം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ അവർ കാരണമാകുന്നതുകൊണ്ട് അവരോട് സത്യത്തിൽ ഒരു ദേഷ്യമാണുള്ളത്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് സിയാദ് അബ്ദുൽ ഖാദർ. ഹലോ, വെൽക്കം. ഹായ്. ലോക്കോ പൈലറ്റ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു ലോക്കോ പൈലറ്റിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 3 days ജേണി 3 ദിവസമൊക്കെ എടുത്ത് നോർത്തിലോട്ടും ഒക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലോക്കോ പൈലറ്റ് എങ്ങനെയാണ് അത്രയും ദൂരം പോകുന്നത്? ഒരാൾ തന്നെയാണോ അതോ 2 പേരുണ്ടോ? അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ശരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റൂട്ടീൻ എങ്ങനെയാണ്? ഒരാൾ മാത്രമല്ല ലോക്കോ പൈലറ്റായിട്ട് ഉണ്ടാവും. ഒരു ട്രെയിൻ ഓടിക്കുന്നത് സാധാരണയായിട്ട് 2 പേരാണ് ഉണ്ടാവുക. സാധാരണഗതിയില്ല. മെമു ട്രെയിനുകളിലും മാത്രമാണ് ഒരു ലോക്കോ പൈലറ്റ് ഉണ്ടാവുക. ബാക്കിയുള്ള ട്രെയിനുകളിലെല്ലാത്തിലും 2 ലോക്കോ പൈലറ്റുമാരുണ്ടാവും. എന്ന് തന്നെയല്ല 3 ദിവസം ഒന്നും അവർ വണ്ടി ഓടിക്കാറില്ല. ഒരു ലോക്കോ പൈലറ്റ് ഈ ഒരു റിലേ പോലെയാണ് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഒരു സ്റ്റേഷൻ. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ആണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അവർ എറണാകുളം വരെ ഒരു ക്രൂ വർക്ക് ചെയ്യും. എറണാകുളത്ത് നിന്ന് അടുത്ത ക്രൂ ഷൊർണൂർ വരെ വർക്ക് ചെയ്യും. അതിനുശേഷം ക്രൂ എന്ന് പറയുന്നത് ശരിക്കും 2 ലോക്കോ പൈലറ്റും ഒരു ഗാർഡും അടങ്ങുന്നതാണ്. ഗാർഡ് ഇപ്പോൾ ട്രെയിൻ മാനേജർ എന്നാണ് അവരുടെ ഇതിൻ്റെ പേര്. അവർ പുറകിലുണ്ടാവും. ഏറ്റവും പുറകിലത്തെ പോകിൽ കൊടികൾ വീശുകയും മറ്റ് ഈ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ട്രെയിൻ മാനേജർ, ഗാർഡ്. അപ്പോൾ ഇങ്ങനെ 3 പേരടങ്ങുന്നതാണ് ഒരു ക്രൂ. ആ ക്രൂ സാധാരണഗതിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചാർജ് എടുക്കുന്ന ആൾ എറണാകുളത്ത് ഇറങ്ങുന്നു. എറണാകുളത്ത് നിന്ന് അടുത്ത ക്രൂ കയറുന്നു. അവർ ഷൊർണൂർ ഇറങ്ങും. ഷൊർണൂരിൽ നിന്ന് മംഗലാപുരം, മംഗലാപുരത്ത് നിന്ന് മടുകാവിൽ നിന്ന് രത്നഗിരി, രത്നഗിരിയിൽ നിന്ന് റോഹ, അങ്ങനെ പോവും. റോഹയിൽ നിന്ന് അടുത്ത അതിൻ്റെ LTTയിൽ വരെ അടുത്ത ക്രൂ, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതൊരു ഇങ്ങനെ സീരിയസ് ആയിട്ട് പോകുന്ന ഇതാണ്. ഒരാൾ തന്നെയല്ല. അപ്പോൾ ഗുഡ്സ് ട്രെയിൻ ആകുമ്പോൾ അത് വ്യത്യാസം വരും. കാരണം ഗുഡ്സ് ട്രെയിൻ ആകുമ്പോഴത്തേക്ക് അത് ഇതേപോലെ ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനിലേക്കൊന്നും അല്ല ഉണ്ടാവുക. ഉദാഹരണം ഇപ്പോൾ വെസ്റ്റ് ഹില്ലിലേക്കുള്ള ഒരു അരിയുടെയോ സിമൻറ്റിൻ്റെയോ ലോഡാണെന്ന് വിചാരിക്കുക. അത് വരുന്ന സ്ഥലത്ത് നിന്ന് ഇതേപോലെ ഇപ്പോൾ റിമോട്ടുള്ള UP എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൂര സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടെ നിന്നും ഇതേപോലെ കൈമാറിയാണ് വരിക. പക്ഷേ അവരുടെ ഡ്യൂട്ടി ഹൗസിൽ കുറച്ചുകൂടി കൂടുതൽ നേരം എടുക്കും. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷൊർണൂർ, എറണാകുളം, മംഗലാപുരത്തൊക്കെ ഞങ്ങൾക്ക് ഈ ജോലി കഴിഞ്ഞിട്ട് അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് റണ്ണിങ് റൂമുകളുണ്ട്. അവിടെ പോയി നമ്മൾക്ക് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും മറ്റ് വിശ്രമങ്ങളും ബാക്കിയുള്ള വിനോദത്തിനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വെസ്റ്റ് ഹില്ലിലേക്കുള്ള ഒരു ലോഡ് വെസ്റ്റ് ഹില്ലിൻ്റെ അടുത്ത് റണ്ണിങ് റൂമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവർക്ക് കോഴിക്കോട് പോകേണ്ടി വരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി.
അപ്പോൾ ശരിക്കും നിങ്ങൾക്കപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഹോളിഡേ അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ഇല്ല, ഹോളിഡേ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഹോളിഡേ ആയിട്ട് കിട്ടില്ല. നാഷണൽ ഹോളിഡേ പോലും ഞങ്ങൾക്ക് അതിന് ഒരു അലവൻസ് തരുന്നതല്ലാതെ നാഷണൽ ഹോളിഡേയിലും ഞങ്ങൾ വർക്ക് ചെയ്യണം. കാരണം ഒരു ദിവസം പോലും ട്രെയിൻ നിർത്തി വെക്കില്ല. കോവിഡ് കാലത്ത് മാത്രമാണ് ട്രെയിൻ നിർത്തി വെച്ചത്. പക്ഷേ അതും പാസഞ്ചർ ട്രെയിനുകൾ മാത്രമായിരുന്നു. ഗൂഡ്സ് ട്രെയിനുകൾ ധാരാളം ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആൾക്കാർ ധരിച്ചത് ട്രെയിനുകളൊന്നും ഇല്ല എന്നാണ്. പക്ഷേ ഗൂഡ്സ് ട്രെയിനുകളും എഞ്ചിനും അന്ന് ഓടിയിരുന്നു. ഒരുപാട് അപകടങ്ങൾ അത് കാരണം ഉണ്ടാവും. നടന്നു പോയ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടുന്ന് നാഗ്പൂരോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നടന്നു പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് റെയിൽ പാളത്തിൽ കിടന്നുറങ്ങി വന്ന് അവരാ വിചാരിക്കുന്ന ഏതായാലും വണ്ടി വരില്ല, ട്രെയിനെല്ലാം നിർത്തി വെച്ചിരിക്കാനല്ലോ. പക്ഷേ ഏതോ ഗൂഡ്സ് ട്രെയിൻ വന്നു, അങ്ങനെ കുറേ അധികം പേര് റണ്ണോവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. ഉറങ്ങുമായിരുന്നു അവിടെ. അവർ ഉറങ്ങി, പാളത്തിൽ കിടന്നുറങ്ങി. അതുപോലെ പല കേസുകളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ തിരൂരിനടുത്തുള്ള ഏതോ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വെടിക്കെട്ടുണ്ടാവുമല്ലോ. വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് സൗകര്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഈ റെയിൽ പാളത്തിലേക്ക് കയറി നിന്നു. അപ്പോൾ സൗണ്ടിൽ ഇടയ്ക്ക് ഈ വണ്ടി വരുന്ന സൗണ്ടും കേട്ടില്ല, ഹോൺ അടിച്ച സൗണ്ടും കേട്ടില്ല. അതും കുറച്ചധികം പേര് മരിച്ചൊരു ഇൻസിഡൻ്റാണ്. നിങ്ങൾ ശരിക്കും ഈ ട്രെയിനിനകത്ത് നിൽക്കുന്ന സമയത്ത് ഈ പാസ് ചെയ്യുന്നവരെ കാണാൻ പറ്റാറില്ലേ? പാസ് ചെയ്യുന്നവരെ കാണാൻ പറ്റുക എന്നോ ചോദിച്ച ഉദ്ദേശം എനിക്ക് ചോദ്യം ക്ലിയർ ആണ്. അതായത് ഈ ട്രാക്കിൽ നിൽക്കുന്നവരെ, അതായത് ലോക്കോ പൈലറ്റ്സിന് അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും ദൂരെന്ന്? ദൂരെ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെയിനുകളൊക്കെ ഓടുന്നത് ഏതാണ്ട് ഞങ്ങളുടെ സെക്ഷന് 120 കിലോമീറ്ററിലാണ്. ഇവിടെ എറണാകുളത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് ആലപ്പുഴ ആ റൂട്ടിലൊക്കെ 110 ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഷൊർണൂർ വരെ 80, ബാക്കി മംഗലാപുരം വരെ 110, അങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ ഈ 110 കിലോമീറ്റർ സ്പീഡിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 1/2 മിനിറ്റിനുള്ളിൽ 1 കിലോമീറ്റർ വണ്ടി പാസ് ചെയ്യും, 30 സെക്കൻഡിനുള്ളിൽ. അപ്പോൾ ഈ 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് 1 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരാളെ കണ്ട് അതിനനുസരിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ കാര്യമാണ്. ഒന്ന്, മിക്കവാറും ഇടിച്ചു പോകും. പിന്നെ ഇപ്പോഴത്തെ പുതിയ തരം കോച്ചുകൾ വന്നിട്ടുണ്ട്. ചുവന്ന കളറിലുള്ള LHB കോച്ചുകളെന്നാണ് അതിന് പറയാം. കണ്ടിട്ടുണ്ടാവും. പഴയ കാലത്ത് ഉണ്ടായിരുന്ന നീല കളർ അടിച്ച പെയിന്റ് അല്ല, ഇടക്ക് മഞ്ഞ കളർ അടിച്ചിരുന്ന വന്നിരുന്നു. കുറച്ച് ട്രെയിനുകൾ അങ്ങനെ ഓടുന്നുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം ട്രെയിനുകൾ ഇപ്പോൾ ഈ ചുവപ്പ് കളർ അടിച്ച അത് പ്രത്യേകം കോച്ചുകളാണ്. LHB കോച്ച് എന്നതിന് പറയാം. ആ കോച്ചുകളിൽ ജെർക്ക് കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് ഭയങ്കരമായ ജെർക്ക് വരും. വണ്ടിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഒരു വണ്ടി ഡീറെയിലാവാനുള്ള ഒരു വിദൂര സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഈ 1 കിലോമീറ്റർ ഒന്നും നമുക്ക് വിസിബിലിറ്റി കിട്ടില്ല. 1 കിലോമീറ്റർ അപ്പുറത്ത് ആളാണ് നിൽക്കുന്നത് എന്ന് പോലും ഉറപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. അപ്പോൾ നൂർജഹാൻ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ അപ്പുറത്തുള്ള ഒരു വസ്തു ഇപ്പോൾ അനങ്ങുന്നുണ്ട്. ചിലപ്പോൾ അത് മനുഷ്യനാവാം, മൃഗമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടിൻ ഫോയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ആവാം. നമുക്ക് ഇങ്ങനെ ഒരു അനങ്ങുന്ന പോലെ അത്ര ദൂരമുള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കുറേ ദൂരമുള്ളത് എന്ന് തന്നെയല്ല, വളവുകളും തിരിവുകളും ഒരുപാടുണ്ട് താനും. അപ്പോൾ വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 200-300 മീറ്റർ കിട്ടുള്ളൂ. ഈ 200-300 മീറ്റർ ചിലപ്പോൾ 10 സെക്കൻഡ് പോലും വേണ്ടി വരില്ല നമ്മൾ കടന്നു പോകാൻ. ഈ ഒരു നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതിനകത്തിരുന്നുകൊണ്ട്. അപ്പോൾ ആ ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതല്ലേ? നമ്മൾ ആ ഒരു വണ്ടി തട്ടിയിട്ട് പോകുന്ന ഒരു ട്രോമ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ ഇത് ഓവർകം ചെയ്തത്? ഫസ്റ്റ് ആക്സിഡന്റ് അനുഭവം എന്തായിരുന്നു ആദ്യത്തെ? എൻ്റെ ആദ്യത്തെ അനുഭവം ട്രോമ ഉണ്ട്. പക്ഷേ ട്രോമ എന്ന് പറയുന്നത് നമുക്കൊരു ശീലമാകുന്നതുകൊണ്ട് നമ്മുടെ തലച്ചോറ് അത് കുറേയൊക്കെ ഇഗ്നോർ ചെയ്ത് കളയുന്നു. അപ്പോൾ വളരെ സ്പെഷ്യൽ അല്ലാത്ത ചില കേസുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനോട് പൊരുത്തപ്പെടും. ഇതിപ്പോൾ അത് ഞാനിപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനല്ലല്ലോ തട്ടിയത്, എഞ്ചിനല്ലേ തട്ടിയത്. ഞാനും മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു സൂയിസൈഡിന് വരുന്ന ഒരാളോട് എനിക്ക് യാതൊരു സഹതാപം തോന്നാറില്ല. പറയുമ്പോൾ ചിലപ്പോൾ വളരെ ക്രൂരമാണ്, പക്ഷേ എനിക്ക് കാര്യമായ യാതൊരു സഹതാപവും ഒരു ആത്മഹത്യ ചെയ്യാൻ വരുന്ന ഒരാളോ തോന്നാറില്ല. കാരണം ഞാൻ 2-3 പേരെ രക്ഷിച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞ കഥകൾ കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് മരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ നിർത്തുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു 7 കോച്ചോ 8 കോച്ചേ ഉള്ളൂ. യാത്രക്കാരുണ്ട്, RPF ഒരാൾ നിൽക്കുന്നുണ്ട്. ഒരു
ഈ പാഴ്സൽ അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രൈവറ്റായിട്ട് ആൾക്കാർക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ യൂണിഫോം ധരിച്ച ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏതാണ്ട് ഇത്ര ദൂരം എത്തിയപ്പോഴത്തേക്ക് അയാൾ ട്രാക്കിലേക്ക് എടുത്ത് ചാടി അവിടെ തലവെച്ച് കിടന്നു. അപ്പോൾ ഒരു 30 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. ഞാൻ വണ്ടി പെട്ടെന്ന് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ മരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പുറകിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ വീലിൻ്റെ സൈഡിൽ ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൈ അറ്റുപോയി. പക്ഷേ ആ മനുഷ്യന് മറ്റേ പിന്നെ പരിക്കുകളുണ്ട്, മുഖത്തൊക്കെ പരിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇയാളെ എടുത്ത് ഇതിലേക്ക് കൊണ്ടുവന്നു, സ്ട്രെച്ചറിലെടുത്തിട്ടു. ഈ കൈയെല്ലാം എടുത്ത് നിക്ഷേപിച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അവർ കൈ തുന്നി പിടിപ്പിച്ചില്ല, അയാളെ ഇത് ചെയ്ത് വിട്ടു. അപ്പോൾ അയാളുടെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അയാൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇയാൾ വളരെ ആരുമില്ലാത്ത ഒരാളാണ്, മദ്യപിച്ച് ഫുൾ ടൈം ഇത് നടക്കുന്ന, ജോലിക്കൊന്നും പോവില്ല. അപ്പോൾ എങ്ങനെ ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് വന്ന് ചാടിയതാണ്. ഞാൻ ചോദിച്ചത് ഇപ്പോൾ രക്ഷിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ നമുക്കൂടെ ഉള്ളിൽ അയാളെ രക്ഷപ്പെടേണ്ടതില്ലായിരുന്നു എന്നാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. അതുപോലെ വേറെ ഇപ്പോൾ പന്ത് പോയതിന് വീട്ടിൽ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്, അല്ലെ ഭർത്താവ് സിനിമയ്ക്ക് പോകാൻ സമ്മതിച്ചില്ലെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരുപാട് കേസുകൾ വന്നിട്ട് ഇവർ ആത്മഹത്യയാണ്. അതുകൊണ്ട് അവരോട് അങ്ങനെ പ്രത്യേകിച്ച് സഹതാപം തോന്നില്ല. കാരണം അവർ തന്നെ അവരുടെ കൊലപാതകികൾ, ശരിക്കും ഞങ്ങളല്ല. അപ്പോൾ അനാവശ്യമായൊരു കുറ്റബോധം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ അവർ കാരണമാകുന്നതുകൊണ്ട് അവരോട് സത്യത്തിൽ ഒരു ദേഷ്യമാണുള്ളത്. ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ അനുഭവം ഒരു അന്ന് തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ്. എത്ര വയസ്സ് കാണും അന്ന്? എനിക്ക് 26 വയസ്സ്, ചെറിയ പ്രായം ആണ്. ഞാൻ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, രണ്ടാമത്തെ ഡ്യൂട്ടി എൻ്റെ. അപ്പോൾ അന്ന് ഒരു SL ചവാൻ എന്ന് പറയുന്നൊരു ഞങ്ങളുടെ വളരെ റീഎംപ്ലോയ്ഡ് ആയിട്ടുള്ളൊരു ആളുണ്ടായിരുന്നു. അയാൾ കുറച്ച് മദ്യപിക്കുന്ന ആളൊക്കെ ആയിരുന്നു. അക്കാലത്ത് അത്ര സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല. ഇപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഒരു 8 മണിക്കൂർ മുമ്പ് നമുക്ക് മദ്യപിക്കാൻ അനുവാദമില്ല. അപ്പോൾ അവർ വളരെ പവർഫുള്ളായിട്ടുള്ള ബ്രീത്ത് അനലൈസറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മദ്യപാനമൊന്നും നടക്കില്ല. പക്ഷെ അന്ന് ഇങ്ങനെ മദ്യപിച്ച് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ കുറച്ച് മദ്യപിക്കുന്ന ആളായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല, രാവിലെ ഒരു കുട്ടി പാല് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കുട്ടിയായിരുന്നു അത്. ആ കുട്ടി ട്രാക്കിൽ കൂടെ നടന്നു പോകായിരുന്നു. നേർരേഖയിലായിരുന്നു, ഹോണടിച്ചു ഞാൻ കുറേ. കുട്ടി തിരിഞ്ഞു നോക്കി. അതൊരു 10-12 വയസ്സ് കാണും. ഒരു ബനീനൊക്കെ ഇട്ടിട്ട്, അത് കുന്താപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് അത്. അവിടെ ഈ വളരെ ഗ്രാമപ്രദേശമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കുട്ടി തിരിഞ്ഞു നോക്കിയെങ്കിലും പക്ഷെ മാറിയില്ല. എന്തുകൊണ്ടാണ് മാറാമെന്ന് എനിക്കറിയില്ല. തട്ടുകയും ചെയ്തു. പക്ഷേ ലോക്കോ പൈലറ്റ് അത് മെസ്സേജ് കൊടുക്കുന്നുണ്ടായില്ല അന്നേരം. അതിനുശേഷം ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി ഒരു വളരെ മോശപ്പെട്ടൊരു പദം പറഞ്ഞ് അത് മറന്നു വെക്കൂ എന്നുള്ള രീതിക്കാണ് പുള്ളി എന്നോട് സംസാരിച്ചത്. തിരിച്ച് ഉച്ച സമയത്ത് അടുത്ത വണ്ടി പോകുമ്പോഴത്തേക്ക് പക്ഷേ അവിടെ അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരും അതിനെക്കുറിച്ച് അന്വേഷിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ലോക്കോ പൈലറ്റിനോട് ചോദിച്ചോന്ന് എനിക്കറിയില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ റൺ ഓവർ. അത് പക്ഷേ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള സാധനമായിരുന്നു അന്ന്. ആദ്യത്തെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉറങ്ങാനൊക്കെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ 26 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ പ്രാവശ്യം പല വിധത്തിലുള്ള മരണങ്ങളും പല ദുരന്തങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ടെന്ന്. അതായത് ഈ ആക്സിഡൻറ്റ് പറ്റുമ്പോഴേ തന്നെ ഈ ട്രെയിനിൽ നിങ്ങളുടെ ആ ഒരു ഗ്ലാസ്സിലോട്ട് ഇതുപോലെ ഇങ്ങനെ വരുന്നതൊക്കെ ഇവർ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യർ സാധാരണ തല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ ഭാഷ പറഞ്ഞതാണ്, റൺ ഓവർ ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ നിൽക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ, കിടക്കുന്ന പൊസിഷനിലൊക്കെയാണ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പൊസിഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകും, അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി പാർട്സ് വികൃതമാവുകയും മറ്റുമൊക്കെ ചെയ്യും. അപ്പോൾ അത് അവരുടെ പൊസിഷൻ അനുസരിച്ച് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ഇവർ ഇത് ചെയ്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒരു സൗണ്ടിലൂടെയാണ് നമുക്കറിയാൻ കഴിയും. ബോഡിയിൽ കയറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സൗണ്ട് കൊണ്ട് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ മെസ്സേജ് കൊടുക്കണമെന്ന നിയമം, നിർത്തണം എന്ന നിയമമുണ്ട്. ഇപ്പോൾ നിർത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ മെസ്സേജ് കൊടുത്തിട്ട് അവർ വേറെ പിന്നാലെ വരുന്ന ട്രെയിനിൽ
അവർക്ക് മെസ്സേജ് കൊടുക്കും. അന്നേരം അതിലെ ഡ്രൈവർക്ക് ഇതെല്ലാം കാണേണ്ടി വരും. ഓ, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ മിക്കവാറും ഉണ്ടാവാറുണ്ട്, സ്ഥിരമായി തന്നെ ഉണ്ടാവാറുണ്ട്. ഓ, ഈ അടുത്ത് പോയ ട്രെയിൻ അല്ലേ? ഈ അടുത്ത് ഞാൻ ഒരു ഓഖ ട്രെയിൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ഹാർവാദ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടുത്തെ മാഷി വിളിച്ച് പറഞ്ഞു അവിടെ ട്രാക്കിൽ ഒരാൾ വീണ് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷനിലെ സ്റ്റാഫിനെ ഒരാൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അയാൾക്ക് ജീവനുണ്ട് എന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് പോകാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു അത് കാരണം എല്ലാവർക്കും ഒരു വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണല്ലോ. നമുക്കിപ്പോൾ ഇത്രയും ചോരയും ഇതൊക്കെ കാണുന്ന താല്പര്യമില്ലാത്ത ആൾക്കാരാണ് പൊതുവെ. അപ്പോൾ അതുകൊണ്ട് അവൻ പോകാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ പോയി. കാരണം ഏതോ അയാൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയി നോക്കേണ്ട ഒരു കടമയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോൾ ഇയാൾ ഞരങ്ങുന്ന മുകളിൽ നോക്കിയുണ്ട്. അവിടെ നിന്നിരുന്ന സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾക്ക് ജീവനുണ്ട്. അപ്പോൾ എന്തോ ചോദിച്ചപ്പോഴത്തേക്ക് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളെന്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി റോഡുണ്ട്, ഒരു ടണലിൻ്റെ താഴെയാണ് ഇയാൾ കിടക്കുന്നത്. അപ്പോൾ അത് തുരങ്ക മുകളിൽ കൂടെ അവിടെ നിന്ന് ചാടിയതാണോ അതോ വേറെ ഏതെങ്കിലും ട്രെയിൻ തട്ടിയതാണോ? അതിന് തൊട്ട് മുമ്പേ ഒരു ഗുഡ്സ് ട്രെയിൻ പാസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്രോസിംഗ് ആയിട്ട് തൊട്ട് മുമ്പേ ഒരു ഗുഡ്സ് ട്രെയിൻ പാസ് ചെയ്തു. ഇപ്പോൾ അവർ തട്ടിയതാണോ എന്ന് അറിയില്ല. ഏതായാലും അയാളെ പിന്നെ ഞങ്ങളുടെ ട്രെയിനിൽ തന്നെ അടുത്ത് ഒരു ഡോക്ടറൊക്കെ ഉള്ള ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അയാൾ രക്ഷപ്പെട്ടു. ഓക്കെ. പക്ഷെ അത് നമുക്ക് അത്ര സുഖകരമായൊരു അനുഭവമൊന്നുമില്ല. കാരണം ചോരയും മറ്റ് ഈ ശരീരത്തിൽ പരിക്കുകളൊക്കെ ഉണ്ടാകുന്നെന്ന് പറയുന്നത് അവർ കൈകാര്യം ചെയ്യാൻ വളരെ മനസാന്നിധ്യം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഈ മനക്കെട്ടി എന്ന് പറയുന്നത് എന്താ പറയുക, ഒറ്റ രാത്രി കൊണ്ടൊന്നും പെട്ടെന്ന് ഉണ്ടാവുന്നതല്ലല്ലോ. പതുക്കെ ഉണ്ടായി എടുക്കുന്നൊരു സംഭവമാണല്ലോ ഈ ഒരു മനക്കെട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സംഭവം അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ തിരിച്ചാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നാണ് എനിക്ക് എൻ്റെ അനുഭവം. കാരണം എന്താ അറിയാം, റെയിൽവേ സാധാരണഗതിയിൽ ഒരു പരീക്ഷ നടത്തും. മനോബലം നോക്കുന്ന ഒരു പരീക്ഷയാണ്, സൈക്കോ ടെസ്റ്റ് എന്നാ പറയാ. അത് പാസ്സായാലേ അവർ ഈ ജോലിക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഇതിൽ സൈക്കോ ടെസ്റ്റിൽ ഇവർ പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റുകളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇത് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇത്തരം ഇതിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആണ് അവരെടുക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെയുള്ളവർ ഇപ്പോൾ പലരും ഇത് ഇങ്ങനെ ലോലമനസ്കൻ, എൻ്റെ കൂട്ടത്തിൽ ലോലമനസ്കൻ ഞാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവരൊക്കെ ഇതിനെ വളരെ ഇതായിട്ട് തന്നെ കാണുക. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ ആകെ പതറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ വണ്ടി തട്ടി മരിച്ചു, സപ്പോസ് ഒന്നല്ല 2 പേര് അല്ലെ ഒരു കുടുംബം. ഇപ്പോൾ ഞങ്ങളുടെ കേസിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മൾ അതിന് പതറിപ്പോയി കഴിഞ്ഞാൽ അതിന് ശേഷവും നമ്മൾ വണ്ടി കൊണ്ട് പോകേണ്ടതാണ്. നമ്മുടെ വണ്ടിയുടെ 1000-നും മുകളിൽ ആൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ 5 പേർക്ക് വേണ്ടിയിട്ട് ഈ 1000-ഓളം പേരെ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രോസസ് ഓഫ് മൈൻഡുള്ളവരെ മാത്രമേ റെയിൽവേ സെലക്ട് ചെയ്യാറുള്ളൂ. അതിന് കണക്കായിട്ടുള്ള പരീക്ഷ തന്നെയാണ് അവർ നടത്തുന്നത്. ഈ 5, അതായത് ഈ മുന്നിലുള്ള 1-2 പേർക്ക് വേണ്ടിയിട്ട് ട്രെയിനിലുള്ളവരെ അതുകൊണ്ടാണ് നിർത്തുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കാത്തതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ LHB കോച്ചുകൾ പോലുള്ളതിനൊക്കെ ഇപ്പം നിർത്തുന്ന ജെർക്കുണ്ടായി മുകളിൽ പേര് അതിൽ ഒരുപാട് പേര് രോഗികളായിട്ടുള്ളവരുണ്ടാവും, മറ്റ് അവശരായിട്ടുള്ളവർ വയസ്സായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ താഴെ വീണ് പരിക്കുപറ്റുകയും മറ്റ് ഇത് ചെയ്യുന്നതിനും ഏതായാലും അവർ ഇത് മരിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അവരെ പരിഗണിക്കാതെ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളത്. വേറെങ്കിൽ റെയിൽവേ ട്രാക്കിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. വണ്ടിയിൽ കയറാൻ വേണ്ടി അല്ലാതെ റെയിൽവേയുടെ പരിസരത്തേക്ക് വരുന്നത് തന്നെ നിയമവിരുദ്ധമായ കാര്യമാണ്. ഇപ്പോൾ വേറെ എന്തിനു വേണ്ടിയിട്ടാണ് പലരും വന്നിട്ട് സെൽഫി എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഉള്ളൊരു സ്റ്റേഷനിൽ ഈ ഗുഡ്സ് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സ്റ്റേഷനാണ്. അവിടെ പാസഞ്ചർ നിർത്താറില്ല. അപ്പോൾ അവിടെ കുറച്ച് ഈ വലിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ മുകളിൽ കയറി, വാഗണിൻ്റെ മുകളിൽ കയറി 25 kV ലൈൻ തൊട്ട് മുകളിൽ കൂടെ പോകുന്നുണ്ട്. ഷോക്ക് അടിച്ച് ഓൺ ദ സ്പോട്ടിൽ കരിഞ്ഞ് താഴെ വീണു. പക്ഷെ അപ്പോൾ ശരിക്കും ഒരു പൈസ പോലും അയാൾക്ക് നഷ്ടപരിഹാരം കിട്ടില്ല. കേസിന് പോയാൽ റെയിൽവേക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. കാരണം
ഈ ട്രസ് പാസിങ് ആണ് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. റെയിൽവേ ട്രാക്കിലേക്ക് പബ്ലിക്കിന് പ്രവേശനമുള്ള റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണ്, അല്ലെ ലെവൽ ക്രോസിങ്ങിൽ അവിടെ മാത്രമേ അനുവാദമുള്ളൂ. ബാക്കിയുള്ളിടങ്ങളിലേക്ക് ബാക്കിയുള്ളവർ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാൾ വന്ന് അവിടെ വന്നിട്ട് ഇപ്പോൾ അബദ്ധത്തിലാണ് വന്നതെന്ന് പറഞ്ഞാൽ പോലും അതിന് അവർക്ക് ക്ലെയിം ഒന്നുമില്ല. ഇവരായിട്ട് അവർക്കുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് ഒന്നും തന്നെ കിട്ടില്ല. ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ കിട്ടുമായിരിക്കും ചിലപ്പോൾ, പക്ഷേ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം ഒന്നും തന്നെ കിട്ടത്തില്ല. ഈ നമുക്കിപ്പോൾ കാറാണെങ്കിലോ ബസ്സാണെങ്കിലോ ഒക്കെ അറിയാതെ തട്ടിയാൽ പോലും മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്കൊക്കെ കേസ് ഉണ്ടാവുമല്ലോ. ട്രെയിനിൻ്റെ കേസിൽ ലോക്കോ പൈലറ്റ്സിന് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? കേസ് വന്നിട്ടില്ല, വരാറില്ല. പക്ഷേ എൻക്വയറി ഒക്കെ വരും. അതായത് ഇപ്പോൾ ഏതെങ്കിലും വിവാദമായ കേസുകളാണ്, അല്ലെങ്കിൽ ഗോവയിലും കർണാടകയിലും ഒക്കെ ആണെങ്കിൽ അവർ വന്നിട്ട് നമ്മളിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ വേറെ ക്രൈം ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ്. ഈ ചിലർ കൊണ്ടുവന്നിട്ട് കൊന്ന ശേഷം കൊണ്ടുവന്ന് ട്രാക്കിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനെ അല്ലായിരുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ലോക്കോ പൈലറ്റിനെ അവർ വിളിച്ചു വരുത്താറും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ FIR ഒന്നും എടുക്കാറില്ല. ഇത്രയും ആളുകളെ നോർമലി ഒരു ബസ് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ ഇത്രയും 54-60 പേരെയൊക്കെ കൊണ്ടൊക്കെ ബസ് പോകുന്നു. ബട്ട് ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും കൗണ്ട്ലെസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് മനോധൈര്യം വേണ്ട ഒരു കാര്യമാണല്ലോ ഇത്രയും ആളുകളെയും കൊണ്ട് ഒരു ട്രെയിൻ പാസ് ചെയ്യാന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എന്നാലും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചില പേടികളും ഉണ്ടാകും. സാറിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? എല്ലാ ലോക്കോ പൈലറ്റ്സിൻ്റെ ഏറ്റവും വലിയ പേടി ഡേഞ്ചർ സിഗ്നൽ പാസ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേടി അതാണ്. കാരണം എന്ന് വെച്ചാൽ ഡേഞ്ചർ പാസ് ചെയ്യുന്നതോടെ നമ്മുടെ ജോലി അവസാനിക്കുന്നു, അവർ പിരിച്ചുവിടുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഡേഞ്ചർ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റോഡിലൊക്കെ കാണുന്ന ഈ ചുവപ്പ് സിഗ്നൽ തന്നെയാണത്. അപ്പോൾ ആ ചുവപ്പ് സിഗ്നൽ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും. അപ്പോൾ മനുഷ്യരാണ് രാത്രി കാലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കേണ്ടി വരും, 8 മണിക്കൂറൊക്കെ. റെഡ് സിഗ്നൽ അത് തന്നെ, അതാണ് ഡേഞ്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ അറ്റൻഷൻ, കോഷൻ, ഡേഞ്ചർ അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ റോഡിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. 2 യെല്ലോ, 1 യെല്ലോ, പച്ച, ചുവപ്പ്. അപ്പോൾ ഇതിൽ ഈ ചുവപ്പ് സിഗ്നലിനെയാണ് ഡേഞ്ചർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഈ ഡേഞ്ചർ സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ നമുക്ക് യാതൊരു കാര്യമായ പണിഷ്മെൻ്റ് ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില ഫൈനൊക്കെ ഉണ്ടാവാറുണ്ടെന്നല്ലാതെ റോഡിൽ സാധാരണ വലിയ പണിഷ്മെൻ്റ് ഒന്നും കിട്ടാറില്ല. പക്ഷേ റെയിൽവേയിൽ അങ്ങനെയല്ല. റെയിൽവേയിൽ ആ ചുവപ്പ് സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി അവർ പിരിച്ചുവിടും. അങ്ങനെയാണ് ഏറ്റവും വലിയൊരു ഭയം. അതാണ് ഏറ്റവും വലിയ ഭയം. കാരണം അതിനുശേഷം നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിയല്ലോ. ഒരു കരിയറിൽ നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 25 വർഷം 26 വർഷം ജോലി ചെയ്തിട്ട് റിട്ടയർ ആയതിൻ്റെ തലേ ദിവസം റിട്ടയർ ആവുന്നതിൻ്റെ തലേ ദിവസം ഡേഞ്ചർ പാസ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർ പിരിച്ചുവിടുകയാണ്. റിട്ടയർ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, പക്ഷേ എന്നാലും അവർ പിരിച്ചുവിടുകയാണെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാവും, മറ്റു കാര്യങ്ങൾ. പിന്നെ അവരുണ്ടാക്കിയെടുത്ത ആ ഒരു റെപ്യൂട്ടേഷനും ആ ജോലിയോട് ഉണ്ടാക്കുന്ന ആ ഡെഡിക്കേഷനും അതുമെല്ലാം ഭയങ്കരമായും ബാധിക്കുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ പേടി ഡേഞ്ചർ പാസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതെ, ഈ തൊട്ട് മുമ്പ് തന്നെ അതായത് ജോലി റിട്ടയർഡ് ആവുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം തന്നെ പോയ ആളുകളുടെ സ്റ്റോറി അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്? മറ്റ് റെയിൽവേയിലാണ്, എന്നാലും ഞങ്ങളുടെ റെയിൽവേയിൽ ഇതുവരെ സ്പാഡ് ഉണ്ടായിട്ടില്ല. സ്പാഡ് എന്നാണ് പറയാം, സിഗ്നൽ പാസിംഗ് ഡേഞ്ചർ എന്ന്. സ്പാഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളുടെ റെയിൽവേയിലല്ല, മറ്റു റെയിൽവേയാണ്. പക്ഷെ അങ്ങനെ ഉണ്ട്. അതെ, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ട്രെയിൻ പിടിച്ചിടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അത് മറ്റ് ട്രെയിനിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരതൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് പാസ് ചെയ്യാനായിട്ട് നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇതല്ലാണ്ട് ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് സമയം ഇങ്ങനെ നിർത്തിയിടേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, നിർത്തിയിടാറേണ്ടി വരാറുണ്ട്. അതിപ്പോൾ സാധാരണഗതിയിൽ പാസഞ്ചേഴ്സിന് ഇത് മനസ്സിലായിക്കോണമെന്നില്ല, എന്തുകൊണ്ടാണ് നമ്മുടെ വണ്ടി അവിടെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് മനസ്സിലായിക്കോണമെന്നില്ല. ഒരുപാട് കാരണങ്ങളാൽ വണ്ടി നിർത്തിയിടാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മുന്നേ ഒരു ഇതുണ്ട്, ഡബിൾ ലൈനിലാണ് സാധാരണ ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിടേണ്ട ആവശ്യമില്ല. ഡബിൾ ലൈനിലുണ്ട് അടുത്ത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഷൊർണൂരോ അല്ലെങ്കിൽ ഷൊർണൂർ മംഗലാപുരത്തേക്കൊക്കെ എല്ലാം ഡബിൾ ലൈനാണ്. അപ്പോൾ അപ്പ് ലൈനും ഡൗൺ ലൈനും ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ ഒരു ഡൗൺ ലൈനിൽ കൂടെ പോകും, അങ്ങോട്ട് പോകേണ്ടത് അപ്പ് ലൈനിൽ കൂടെ പോകും. അപ്പോൾ അവിടെ ക്രോസിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. പക്ഷേ ഒരു വണ്ടി പോയി അടുത്ത സ്റ്റേഷനിൽ എത്തുന്നത് വരെ അടുത്ത വണ്ടി വിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്
ആ മുന്നിൽ പോയ വണ്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടാക്കി എന്ന് വിചാരിക്കുക. ഏതെങ്കിലും കാരണവശാൽ ഇത് ഒരു പശുവിനെ ഇടിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇളകിപ്പോയി, ആ കോച്ചിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇളകിപ്പോയി, അല്ലെങ്കിൽ അവിടെ വെൽഡ് ഫെയിലർ ഉണ്ടായി, ട്രാക്കിൽ ഒരു വെൽഡിങ് പൊട്ടിപ്പോയി, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ആ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നു വിചാരിക്കും. അല്ലെങ്കിൽ ട്രാക്കിൽ വെള്ളം കയറി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾ ഇതിൽ വീണു, ചെയിൻ പുള്ളി ചെയ്തു, ആരെങ്കിലും അലാം ചെയിൻ പുള്ളി ചെയ്തു, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ വണ്ടി മുന്നിൽ പോയ വണ്ടി നിർത്തിയിടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പുറകിലത്തെ ട്രെയിൻ അതിൻ്റെ പുറകിലത്തെ സ്റ്റേഷനിൽ നിർത്തും. പിന്നെ ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കലും ഒരു സമരം ഉണ്ടായി. അത് റെയിൽവേനെ കുറിച്ച് അറിയാവുന്ന അതിബുദ്ധിമാന്മാരായ കുറേ പേര് പാസഞ്ചേഴ്സ് ചെയ്തത്. അത് അന്നൊരു ട്രെയിനിൽ ആകെപ്പാടെ 4 കോച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരുപാട് ആളുള്ള ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിനിൽ വന്നിട്ട് പാസഞ്ചേഴ്സ് എല്ലാം കൂടി ഇത് ചെയ്തിട്ട് ഈ ഡി ക്ലാസ് സ്റ്റേഷൻ എന്ന് പറയും. ചില സ്റ്റേഷനിൽ സിഗ്നൽ ഉണ്ടാവില്ല, അവിടെ പാസഞ്ചേഴ്സ് കയറാൻ വേണ്ടി മാത്രം നിർത്തുന്ന സ്റ്റേഷനുണ്ട്. അങ്ങനെ ഇപ്പോൾ കലൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇവരെന്ത് ചെയ്തു, അവിടെ സിഗ്നലൊന്നും ഇല്ല, അവർ ട്രെയിന് മുന്നിൽ വന്ന് കുത്തിയിരുന്നു. എന്നിട്ട് എൻജിൻ ഡ്രൈവർ ഭീഷണിപ്പെടുത്തി, വണ്ടീനെ എടുത്ത കല്ല് വെച്ചെറിയെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ആ മനുഷ്യനെ അവിടെ നിന്നു, വണ്ടി അവിടെ കിടന്നു. തിരുവനന്തപുരത്ത് വരെയുള്ള വണ്ടികൾ അന്ന് ഡീറ്റെയിനായി. കാരണം ഇതിൻ്റെ പുറകിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും വണ്ടി പിടിച്ചിട്ട് ഈ വണ്ടിക്ക് ഇങ്ങോട്ട് കടത്തി വിട്ടാലേ അടുത്ത ഇതിൽ ഒരു പ്ലാറ്റ്ഫോം, ഓരോ സ്റ്റേഷനിലും 2-3 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 വണ്ടികളൊക്കെ അവിടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അവർ അക്കോമ്പനി ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം ഡീറ്റെയിൻ ആവുക എന്നുള്ള ഇതാണ്. ലാസ്റ്റ് റെയിൽവേയുടെ മുകളിൽ നിന്ന് MP വന്നിട്ടാണ് അന്ന് ആ സമരം ഒത്തുതീർപ്പാക്കി വിട്ടു. അതുപോലെ നമ്മൾ കാണുന്നതാണ് ഈ വീഡിയോസിലൊക്കെ തന്നെ, ഇതും നമ്മൾ വീഡിയോസ്, കാരണം നമ്മൾ ഈ ഔട്ട് സൈഡുള്ള കാര്യം ഒരുപാട് അങ്ങനെ കാണുന്നില്ല, നമുക്ക് ഫോണിലൂടെ കാണാൻ പറ്റുന്നുള്ളൂ. വെള്ളം ഈ പാസ് ചെയ്യുന്ന ട്രെയിനിലൂടെ പാസഞ്ചേഴ്സിൻ്റെ സൈഡിലോട്ട് ഈ ചില റിമോട്ട് ഏരിയസിലൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വെള്ളം തെളിക്കുന്നതും അവരെ ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ചില ഏരിയാസിലൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില സ്ഥലങ്ങളിലൂടെയൊക്കെ പാസ് ചെയ്യാറില്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് തരത്തിൽ ആൾക്കാർ ഇതിനോട് ഈ ഒരു ദേഷ്യത്തോടെ പെരുമാറുന്ന പോലെ തോന്നുന്നുണ്ട്. കല്ല് വെച്ച് ഞങ്ങളുടെ ഒരു ലോകോ പൈലറ്റിന് ആൾക്കാർ പുറത്തുനിന്ന് കല്ല് വെച്ച് എറിഞ്ഞിട്ട് അയാൾ ബോധം കെട്ട് വീണ അവസരം കണ്ടു. കാരണം ഈ ട്രെയിനിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ 130 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഭയങ്കര മൊമെൻറ്റം ഉണ്ടാവും. അപ്പോൾ ഈ മൊമെൻറ്റത്തിൽ നമ്മളൊരു ചെറിയ കല്ല് എറിഞ്ഞാൽ പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ പക്ഷിയൊക്കെ വന്ന് ഇടിച്ചിട്ട് വിമാനം തകരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ചെറിയ പക്ഷി ഇടിച്ചു കഴിഞ്ഞാൽ വിമാനം മുഴുവൻ കത്തിപ്പോവുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം അതിൻ്റെ മൊമെൻറ്റം കാരണമാണ് സംഭവിക്കുന്നത്. അതേപോലെ സ്പീഡും അപ്പോൾ ഈ ഒരു ചെറിയ കല്ല് വെറുതെ ഇട്ടാൽ പോലും അത് ഈ ഭയങ്കര ഇമ്പാക്റ്റാണ്, ഫോഴ്സ് അനുസരിച്ചിട്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. പക്ഷേ അതിനെയൊക്കെ ഇപ്പോൾ പോലീസ് ഉപയോഗിച്ച് അവർ ആണ് കഴിയുന്നതും ആൾക്കാരെ കേസെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിനിൻ്റെ മുന്നിലൂടെ വരുന്നത് മനുഷ്യർ മാത്രമല്ലല്ലോ, ആനിമൽസ് വരാറുണ്ട്. ഇടയ്ക്ക് എലിഫൻറ്റ് പാസിംഗ് ഒക്കെ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് മാസ് ആയിട്ടുള്ളൊരു ഒരു ആനിമലൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് അത് ട്രെയിനിനും അതേപോലെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്യാറ്? അത് ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ആനകൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ സുബ്രഹ്മണ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യാൻ പോയിരുന്നു. അവിടെ ഒരിക്കൽ ആന ഇടിച്ചിരുന്നു. എന്തോ ഭാഗ്യത്തിന് അന്ന് വണ്ടി പാളം തെറ്റൊന്നും ഉണ്ടായില്ല, ആന ചരിയാണ് ചെയ്തത്. സ്പീഡ് കുറവായിരുന്നു. സ്പീഡ് കുറവായതുകൊണ്ടായിരിക്കാം, എന്തോ ഭാഗ്യത്തിന്, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് കണ്ടാലും എമർജൻസി ബ്രേക്ക് ഇടുക എന്നുള്ളൊരു ഇത് മാത്രമേ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇത് വേണം നമുക്ക്, അല്ലെങ്കിൽ പാനിക്കായി പോയാൽ അതെ ആ ഒരു ജെർക്കിംഗ് സമയത്ത് അപ്പം പാസഞ്ചേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം അത്ര സംഭവമാണ്. ഞങ്ങളുടെ അവിടെ കാട്ടുപോത്ത് ഇടിച്ച സംഭവമൊക്കെ ഉണ്ട്. കാട്ടുപോത്തിനെ, പുലിയെ ഒക്കെ ഇടിച്ചിട്ടുണ്ട്. തന്നെ ഞാൻ ഇടിച്ചിട്ടുണ്ട് കാട്ടുപോത്തിനെ. പുലിയെ ഞാനല്ല ഇടിച്ചത്, പുലിയെ വേറെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറെ ഇടിച്ചത്. കാട്ടുപോത്തിനെ ഞാൻ ഇടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പാസ് ചെയ്ത് പോകുക, 2 എണ്ണം ഉണ്ടായിരുന്നു, അതിലൊരെണ്ണം പാസ് ചെയ്ത് ഈ പകുതി എത്തിയ ശേഷമാണ് ഇടിച്ചത്. അതുകൊണ്ട് അത് ചത്തിട്ടുണ്ടാവാന്നേ ഉള്ളൂ, വണ്ടിയെ അങ്ങനെ വലുതായിട്ട് ബാധിച്ചില്ല. ഓക്കെ. ഇങ്ങനത്തെ ഈ ഫോറസ്റ്റ് റൂട്ടിലൂടെ ഒക്കെ പോകുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഈ പെട്ടെന്നുള്ള ചങ്ങല അകത്തുനിന്ന് ഈ പെട്ടെന്ന് ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് അന്നേരം ഇതുപോലത്തെ ഈ പറഞ്ഞ ഈ ജെർക്കിങ് അപ്പോഴും ഉണ്ടാവാറുണ്ടോ? എന്താ ചങ്ങല വലിക്കുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ വണ്ടി നിൽക്കുക തന്നെ, അതും ബ്രേക്ക് പെട്ടെന്നാവും,
ചെറിയ ചെറുക്കുണ്ടാവും, പക്ഷേ എന്നാലും അത് അങ്ങനെ വലിയ നമുക്ക് ഇതായിട്ട് ബാധിക്കുന്ന കേസല്ല. ഞങ്ങൾ വളരെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാവൂന്ന് മാത്രം. മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി, അതായത് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴോ. കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയിൽ പോകുന്ന ഒരാൾ ഇങ്ങനെ വന്ന് പരാതി പറഞ്ഞു, ആരോ വീണു എന്ന് പറഞ്ഞു പരാതി. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ അവിടെ അലാം ചെയിൻ വെച്ചിരിക്കുന്നത്, അത് വലിക്കാമായിരുന്നു. അത് വലിച്ചിരുന്നെങ്കിൽ വണ്ടി അന്ന് ഓൺ ദ സ്പോട്ടിൽ നിന്നേനെ. ഇപ്പോൾ ഇവർ വന്ന ശേഷം പിന്നീട് വന്ന് പിന്നെ അവർ മെസ്സേജ് കൊടുത്ത് വേറെ ആൾ പോയി അയാളെ രക്ഷിച്ചു. എന്നാലും അപ്പോൾ അതുപോലെ അലാം ചെയിൻ ഉപയോഗിക്കുമ്പോൾ മറ്റ് അതിൻ്റെ ഭാഗമായിട്ട് അപകടങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഈ റിമോട്ട് ഏരിയാസിലൂടെയൊക്കെ നമ്മൾ റൂട്ടുകൾ ഉണ്ടാവുമല്ലോ, ട്രെയിൻ റൂട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പം അത്തരം റൂട്ട്സിലൂടെ സ്ഥിരമായിട്ടുള്ള യാത്രകളും അവിടെ സ്റ്റേ ചെയ്യേണ്ടതൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സൗഹൃദങ്ങൾക്ക് ഒന്നും ഞങ്ങൾക്ക് സമയം കിട്ടില്ല. ഇപ്പോൾ ഈ റിമോട്ട് ഏരിയകളിലൂടെയുള്ള ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഭാഗത്ത് സാധാരണഗതിയിൽ വണ്ടിയുടെ അടുത്ത് ഇതേപോലെ അധികം ജനവാസമുള്ള ഏരിയ ഇല്ല. ഈ പ്രധാനപ്പെട്ട 2-3 സ്റ്റേഷൻ ഒഴിച്ച് ബാക്കിയുള്ള ഒരു ഇടത്തും ജനവാസം തന്നെ ഇല്ല. ചിലയിടത്തൊക്കെ വളരെ കാട് പിടിച്ച ഏരിയയാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഈ നമുക്ക് ഇതുണ്ടാക്കുന്നത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലുണ്ടാവുക. അവിടെ കൊണ്ട് വണ്ടിയിട്ട് കാത്ത് കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് സാധാരണഗതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടുകൾ ഉണ്ടാക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കുറേ ഈ ആക്സിഡൻറ്റ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ കണ്ട് ഇങ്ങനെയും കൾച്ചേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അത്ഭുതപ്പെട്ടു പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തത് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഒട്ടും രസകരമായ കാര്യമേ അല്ല. കാരണം വളരെ അലർട്ടായിരിക്കേണ്ട, എല്ലാ സമയത്തും വളരെ ജാഗരൂകനായിട്ട് ഇരിക്കേണ്ട ഒരു ജോലിയാണത്. ഒരു നിമിഷം പോലും നമുക്ക് ഏതെങ്കിലും രീതിയിൽ മറ്റ് ചിന്തകളോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന അസിസ്റ്റന്റ് ലോ പൈലറ്റിനോട് സംസാരിക്കുക പോലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ അപകടത്തിന് കാരണമാവാം. അപ്പോൾ അതുകൊണ്ട് ഒരു രസകരം എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ ജോലിയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ. അപ്പോൾ കുറേ നാൾ മുമ്പ് ഇതേപോലെ എനിക്കൊരു വാട്സപ്പ് ഇതുണ്ടായിരുന്നു, സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ ഇതേപോലെ ചോദിച്ചു രസകരമായ അനുഭവം പറയാം. അപ്പോൾ രസകരമായ അനുഭവം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന എൻ്റെ ഭാര്യയും മക്കളും എല്ലാം കൂടെ എന്നെ ഇനി വഴക്ക് പറയാനൊന്നും ബാക്കിയില്ല. കാരണം അത് അത്ര രസകരമൊന്നും ആയിരുന്നില്ല. അത് സംഭവിച്ചത് നിങ്ങൾക്ക് രസകരമായിട്ട് അനുഭവിക്കാൻ സാധ്യതയില്ല, എന്നാലും പറയാം. കാരണം ഞങ്ങളുടെ കൂടെ ഈ അവിടത്തുകാരായിട്ടുള്ള കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ലോക്കോ പൈലറ്റ്സായിട്ടും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്സായിട്ടും. അപ്പോൾ വണ്ടിയിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഞങ്ങളുടെ ആ ഭാഗത്ത് പശുക്കളെയൊക്കെ അവർ അഴിച്ചു വിടുക ചെയ്യാം. പശുക്കളെയും പോത്തുകളെയും അങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ അവർ കെട്ടിയിടില്ല. അപ്പോൾ അവർ അത് അഴിച്ചു വിട്ടിട്ട് അതുങ്ങളൊക്കെ മേഞ്ഞ് ആവശ്യമുള്ള ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെയാണ് രീതി. അപ്പോൾ അതുകൊണ്ട് ധാരാളം മൃഗങ്ങളിങ്ങനെ പോവും. ഒരു യാത്രക്കിടക്ക് തന്നെ 5-6 മൃഗങ്ങളൊക്കെ എന്തായാലും പോവും. പണ്ടൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ കുറച്ച് അതുങ്ങൾ സ്വന്തമായിട്ട് ഒരു ഇത് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ഇങ്ങനെ ബോധം വന്നുകൊണ്ട് മാത്രമായിരിക്കാം എൻജിൻ്റെ ഒച്ച കാണുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. അതിങ്ങനെ ഈ പശുവൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക ചെയ്യുക. അത് അവർക്ക് ഈ മൂവ് ചെയ്യുന്ന സാധനത്തിനെ കുറിച്ച് വലിയ ഇത് കിട്ടൂല. ട്രെയിൻ പ്രത്യേകിച്ചും ട്രെയിൻ നിങ്ങളാണെങ്കിലും നമ്മൾ പോയി നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് നേരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അനുഭവപ്പെടത്തില്ല. മനസ്സിലായി. അതിങ്ങനെ ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ള ഈ ശരിക്കുമുള്ള ഓസിലേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നില്ല. അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പശുക്കൾക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പശുക്കളും നായകളും ഒക്കെ പോകുന്നുണ്ട്. ഈ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വളരെ കൂളായിട്ട് പോകുന്ന ഇത് അത്ര ശരിയായില്ല, കുറച്ചുകൂടെ കൂടുതൽ ഫോഴ്സിൽ ഇടിക്കേണ്ടായിരുന്നു എന്നൊക്കെ മട്ടിൽ അങ്ങനെ ആ ഒരു വളരെ ഈസി ആയിട്ടൊക്കെ ഇരിക്കുന്നു. അവരും ഇതിലിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു പശു ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്, അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഭയങ്കരമായിട്ട് എഴുന്നേറ്റ് ചാടി തുള്ളിയിട്ട് മറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലാഗ് എടുത്ത് വീശുന്നു, ഹെഡ്ലൈറ്റ് ഇടുന്നു, ഹോൺ അടിക്കുന്നു, കൈവീശി കാണിക്കുന്നു. അങ്ങനെ ഭയങ്കര ഇത്
നേരത്തെ വളരെ കൂളായിട്ട് 2-3 പശുവിനെ ഇടിച്ചിട്ടൊന്നും ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ ഈ പശുവിനെ ഇടിക്കുകയും ചെയ്തു. ഇടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തലയൊക്കെ വെച്ച് രാമ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇത് ആദ്യമൊന്നും അല്ലല്ലോ, ഇത്രയൊന്നും കഴിഞ്ഞു. പിന്നെ ഓ അത് ഞങ്ങളുടെ പശുവായിരുന്നു സാറെന്ന്. അപ്പോൾ അവരുടെ സ്വന്തം പശുവായിരുന്നു അത്. അതുകൊണ്ടാണ് പുള്ളിക്ക് അത്ര അത് വന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് വീട്ടിലിരിക്കുന്നത് ഇത്രയും ഒരു ദുരന്തമാണ് ഈ രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞ് വെച്ചിട്ട് വീട്ടുകാരുടെ തരികയായിട്ട് ഷോ ചിരിക്കുന്നു പശുവിനെ അടിച്ചു. അയ്യോ, ഇപ്പോഴും എന്താ നമ്മളിങ്ങനെ കുറേ സ്റ്റോറീസ് പറഞ്ഞെങ്കിലും ഇതൊക്കെ കണ്ട് എനിക്ക് ഇതൊക്കെ ഒരു ഡെയിലി കാണുന്നത് കൊണ്ട് തന്നെ മനസ്സൊക്കെ മരവിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും സ്റ്റിൽ ഒരിക്കലും എപ്പോൾ ഓർത്താലും ഒരു വിഷമം വരുന്നൊരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു സീൻ ഇപ്പോഴും മനസ്സിലുണ്ടായിരിക്കുമല്ലോ. എപ്പോൾ ഓർത്താലും എത്രയൊക്കെ ഇനി മനസ്സിൽ വിഷമമില്ലെന്ന് പറഞ്ഞാലും ആ ഒരു സീൻ എന്തായിരിക്കും? വിഷമം അല്ലത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇത്തരം കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ഒരു 2 പുസ്തകം നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും 10-20 ചാപ്റ്ററുള്ള, അപ്പോൾ അത്രയധികം സംഭവങ്ങൾ അതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അത് ഞാൻ 15 വർഷം കൊണ്ടെഴുതിയ പുസ്തകങ്ങളാണ്. ഇപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളങ്ങ് മറന്നു കളയുക ചെയ്യാം എങ്ങനെയെങ്കിലും അത്. കാരണം അത് നമ്മുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഇപ്പോൾ കാഴ്ചക്കാർക്ക് ബോറടിക്കുന്ന അറിയില്ല. ഏതായാലും ഒരു കുട്ടിയുടെ മരണമാണ് എനിക്ക് ഇപ്പോഴും ഒരു മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നത്. ഇതിൻ്റെ ട്രാക്കിൻ്റെ ഓരത്ത് നിറച്ച് പാടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ കൊയ്ത്തിനൊക്കെ വന്ന് ഈ UP നിന്നോ ബംഗാളിൽ നിന്നോ അവിടെ നിന്ന് വരുന്ന ലേബർമാരുണ്ട്. അവർ അല്ലെങ്കിൽ ട്രാക്കിലെ പണിക്ക് വന്നതാവും അവർ. പക്ഷേ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ ഈ കമ്പും ഇതൊക്കെ വളച്ച് കെട്ടിയിട്ട് ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ തന്നെ ആയിരിക്കും. കുടുംബം ഉണ്ടാവും, അപ്പോൾ കുട്ടികളുണ്ടാവും. ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടികളെ വലിയ കുട്ടിയെന്ന് പറഞ്ഞാൽ 3-4 വയസ്സുള്ള കുട്ടികൾ 2-3 വയസ്സുള്ള കുട്ടികളെ നോക്കും. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പോൾ അതുപോലെപ്പെട്ട ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ട് ട്രാക്കിൽ നിന്ന് ഒരു സൈഡിൽ ഇങ്ങനെ പൂ പറിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് വണ്ടി 110-120 കിലോമീറ്റർ സ്പീഡിൽ വന്ന വണ്ടിയാണ് അത്. വളരെ അടുത്ത് വെച്ചിട്ട് ആണ് കാണാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ അതാണ് ഏറ്റവും ഒരു വിഷമകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം. ഐ ആം സോറി, ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ അനിയന് 10 വയസ്സേ ഉള്ളൂ. ഐ ആം സോറി. ഇല്ലല്ലോ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറേ ടോപ്പിക്കുകൾ പോയി, അതൊക്കെ കുറച്ച് നേരത്തേക്ക് മായ്ച്ചു. ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് അലേർട്ടായിട്ട് നിൽക്കണം എന്ന്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഭക്ഷണം കഴിക്കാന്ന് വേണ്ടിയിട്ട് അതിൽ ഓപ്ഷൻസ് ഒന്നുമില്ല സാധാരണഗതി. പഴയ കാലത്ത് സ്റ്റീം എഞ്ചിനുകൾ ഓടിക്കൊണ്ടിരുന്ന കാലമുണ്ട്, ആവി എഞ്ചിനുകൾ. അതിൽ സാധാരണഗതിയിൽ ചിലർ ആ എഞ്ചിനിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾക്ക് സാധാരണഗതിയിൽ ഭക്ഷണം റണ്ണിങ് റൂമുകളിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങളിൽ ഏർപ്പാടാക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെയാണ് നിയമം. പക്ഷേ അത് ചില സമയങ്ങളിൽ നമുക്കത് പറ്റിക്കോണമെന്നില്ല. ചില സമയങ്ങളെല്ലാം നല്ല ശതമാനം സമയങ്ങളിൽ നമുക്കത് അത്ര എളുപ്പമല്ല. ഒന്നാമത്തത് നമ്മൾ ഈ അൺടൈമിലായിരിക്കും. ഗുഡ്സിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അൺടൈമിലായിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഒരു 2 മണിക്കോ ഒക്കെ നമ്മൾ സൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നിയമപ്രകാരം നമുക്ക് ഉച്ചക്ക് 12 മണി വരെ നമുക്ക് ജോലി ചെയ്യണം, റെയിൽവേയുടെ നിയമപ്രകാരം. രാത്രി 2 മണിക്ക് കയറുന്ന ഒരാൾ അപ്പോൾ രാവിലെ തന്നെ ആസ്ഥ എഴുതുന്നത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഈ വണ്ടി കൊണ്ട് നിർത്തിയിടുന്നത് ഏതെങ്കിലുമൊക്കെ റിമോട്ടായിട്ടുള്ള സ്റ്റേഷനിലായിരിക്കും. അവിടെ നിന്നും കടകളോ അല്ലെങ്കിൽ ഹോട്ടലുകളോ ഉണ്ടാവണമെന്നില്ല. സാധാരണഗതിയിൽ ഭക്ഷണം പലപ്പോഴും പലരും മിസ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്ത ഏതെങ്കിലും ഇതിലെത്തുമ്പോൾ നമ്മൾ റെസ്റ്റ് റൂമിലെത്തുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ എഞ്ചിനിലില്ല. ഈ ഭക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെയൊക്കെ കേസാണെങ്കിലും
വെള്ളത്തിന് തീരെ വരണ്ട സ്ഥലങ്ങളിലൂടെ വരെ നിങ്ങൾ യാത്ര ചെയ്യേണ്ട അവസ്ഥ വരത്തില്ലേ? എല്ലാം മാനേജ് ചെയ്യാൻ അതും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യം ആയിരിക്കുമല്ലോ. അതെ, അതുകൊണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഈ നമ്മൾ ഒരു സ്പെല്ലിൽ നമുക്ക് ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആയിരുന്ന സമയത്ത് ഇതേപോലെ വെള്ളം നമ്മൾ വരുന്ന റണ്ണിങ് റൂമിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ 2 കുപ്പി വെള്ളമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഒരു കുപ്പി വെള്ളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഉള്ള സിഗ്നലിൽ എത്തി. അപ്പോൾ ഇനി 2-3 സിഗ്നൽ കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എത്തുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ വെള്ളം മറിച്ച് കളഞ്ഞു. അപ്പോൾ അപ്പുറത്തിരുന്ന അന്നത്തെ ലോക്കോ പൈലറ്റ് വളരെ ഭയങ്കരമായിട്ട് റൈസായി, ഭയങ്കര ചൂടായി. എന്നിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്തുകൊണ്ട് നീ അത് ആ വെള്ളം പുറത്തേക്ക് ഒഴിച്ച് കളഞ്ഞു എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞത് എത്താറായല്ലോ. അയാൾ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഹോം സിഗ്നൽ വരും, ആ ഹോം സിഗ്നലിൽ നിർത്തിയിടുന്നു, ഒരു 2 മണിക്കൂർ നിർത്തിയിടും, എന്തെങ്കിലും കാരണവശാൽ വണ്ടി അവർക്ക് എടുക്കാനുള്ള അസൗകര്യമുണ്ട്, ആ 2 മണിക്കൂർ നിർത്തിയിടുമ്പോൾ നീ എങ്ങനെ നിനക്ക് ദാഹിച്ച വെള്ളം കിട്ടും, അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ കയറുന്ന കൂടെയുള്ള ലോക്കോ പൈലറ്റ്, പുതിയതായിട്ട് വരുന്ന ലോക്കോ പൈലറ്റിനോടൊക്കെ കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, ആദ്യത്തെ ചാൻസിൽ നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിലും അത് വാങ്ങിച്ച് കയ്യിൽ പൊതിഞ്ഞ് വെച്ചിരിക്കണം. വേണമെങ്കിൽ കഴിച്ചാൽ മതി അപ്പോൾ, അല്ലെങ്കിൽ വേറെ നല്ല ഭക്ഷണം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപേക്ഷിക്കുക, അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാം. പക്ഷേ കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ ഭക്ഷണം വാങ്ങിച്ച് വെക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിൽ അടുത്ത സ്റ്റേഷൻ കാർവാർ സ്റ്റേഷൻ എത്തുമ്പോൾ ഫുഡ് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാം അതിന് മുമ്പത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് എൻജിൻ കട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ പറയും. അപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടില്ല. മനസ്സിലായി. അപ്പോൾ അതുപോലുള്ള വിഷയങ്ങൾ വരും. അതാണ് ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം. പിന്നെ എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സാവകാശമില്ല. കാരണം നമ്മൾ വളരെ അലർട്ടായിട്ടിരിക്കുന്നത് ഇതാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് അയാളെ നോക്കി സംസാരിക്കാൻ പോലുള്ള ഒരു ഇതില്ല. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് റെയിൽവേയും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും അതിൽ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പണ്ടത്തെ കാലത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ? പണ്ടത്തെ കാലത്തല്ല, ഇപ്പോഴും ഇല്ല. ഇല്ല. ഓക്കെ. വളരെ ഇപ്പോൾ ഈ ഏറ്റവും പുതിയ 1-2 എഞ്ചിനുകൾ വന്നിട്ടുണ്ട്. അതിലും ഇങ്ങനെ കാര്യമായ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നുമില്ല. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അത് 1-2 ലോക്കോയിൽ വെച്ച് കഴിഞ്ഞിട്ട് അത് തുറക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് അത് അവർ അബാൻഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കൊക്കെ ഭയങ്കര പ്രയാസം. സ്ത്രീകൾക്ക് അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കേസാണ്. കാരണം നമ്മളൊരു വനിതാ ലോക്കോ പൈലറ്റ് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു തമിഴ് മാസികയ്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവർ പറഞ്ഞിരുന്നു ഈ കാര്യത്തെക്കുറിച്ച്. അതായത് അവർക്ക് ഈ പീരിയഡ്സിൻ്റെ പ്രോബ്ലംസ് വരുമ്പോഴും അല്ലാതെ ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഏതെങ്കിലും കുറച്ചൊരു മറ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മൂത്രമൊഴിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സ്ത്രീകൾക്കത് പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊരു സൗകര്യമുണ്ട്. പക്ഷേ ആ സൗകര്യം ഉണ്ടാക്കുന്നതിന് നമുക്ക് തന്നെ കുറച്ചൊരു ഇതുമുണ്ട്. കാരണം ഇതെല്ലാവരും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോണമെന്നില്ല. മനസ്സിലായി. അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഇതേപോലെ ഈ തുറക്കാൻ പറ്റാതെ വരുന്ന പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അപകടങ്ങൾക്ക് കാരണം ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് അത്യാവശ്യമായിട്ട് ഇത് ടോയ്ലറ്റിൽ പോകേണ്ടി വരുമ്പോഴാണ് എന്തെങ്കിലും വണ്ടിയുടെ മുന്നിൽ വാറ വീഴുക അല്ലെങ്കിൽ മറ്റ് സിഗ്നലിന് എന്തെങ്കിലും ഇത് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ടാണ് റെയിൽവേ അതിന് പ്രോത്സാഹിപ്പിക്കാത്തത്. ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടുപോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. റെയിൽവേ ഞാനിതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല പലരും ഇതേ അനുഭവത്തിൽ ഇതേപോലെ പെട്ടുപോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു റണ്ണിങ് റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അന്ന് എന്തോ റണ്ണിങ് റൂമിലെ ഭക്ഷണത്തിൻ്റെയോ വേറെ എന്തെങ്കിലും കാരണങ്ങളാണെന്ന് എനിക്കറിയാം. എനിക്ക് വയറ് നാശമായി മൊത്തത്തിൽ. അപ്പോൾ അന്ന് കഷ്ടകാലത്ത് ഗുഡ്സ് ട്രെയിനാണ്. ഗുഡ്സ് ട്രെയിൻ അല്ലെങ്കിൽ മറ്റൊരു ട്രെയിനുകളിൽ പുറകിൽ പോയിട്ട് കോച്ചുകളിൽ എവിടെയെങ്കിലും നിർത്തിയിടുമ്പോൾ കോച്ചുകളിൽ പോയിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം, ടോയ്ലറ്റിൽ പോകാം. പക്ഷേ ഇത് ഗുഡ്സ് ട്രെയിനാണ്. ഗുഡ്സ് ട്രെയിനായിട്ട് അത് രാത്രി ഏതാണ്ട് ഒരു 12-1 മണിയൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 1.5 മണിക്കൂറോളം വണ്ടി എവിടെ നിർത്തിയില്ല. വണ്ടി ത്രൂ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ത്രൂ പോകുന്ന വണ്ടി നമുക്ക് നിർത്താനും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നിർത്താം. റെയിൽവേ അതിന് ഇതൊന്നും ചോദിക്കൊന്നുമില്ല, പണിഷ്മെൻറ്റ് അങ്ങനെയുള്ളൊന്നുമില്ല. എങ്കിലും നമ്മൾ മടിക്കും. കാരണം അത് ഈ വണ്ടി ഇൻ്റർചേഞ്ചിങ് എന്ന് പറയും. അതായത് ഒരു റെയിൽവേ നിന്ന് അടുത്ത റെയിൽവേയിലേക്ക്
കൈമാറുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ സദേൺ റെയിൽവേ നോർത്തേൺ റെയിൽവേ അല്ലെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കൈമാറുക. അത് ഈ രാത്രി 12 മണിക്കാണ് ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് ആ സമയത്തിനുള്ളിൽ എത്തിച്ചില്ലെങ്കിൽ റെയിൽവേ ഡെമറേജ് കൊടുക്കേണ്ടി വരും, അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിങ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് ട്രെയിനുകൾ നിർത്താതെ ഓടിച്ചുകൊണ്ടിരിക്കണം, കഴിയുന്നതും നമ്മൾ ഡീറ്റെയിൽസ് ഉണ്ടാക്കാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിർത്താനും പറ്റുന്നില്ല. ഏതായാലും വണ്ടി ഞാൻ കുറേ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വണ്ടിക്ക് ഇനി സിഗ്നലില്ല, നിങ്ങൾ നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വെയിറ്റിംഗ് ഹാളിൽ സൗകര്യമുണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ ധൃതിക്കിടക്ക് ഇതിൻ്റെ സ്വിച്ചോ എവിടെയാണെന്നൊന്നും അന്വേഷിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് വാക്കി ടോക്കി പുറത്തൊരു അരമതിൽ വെച്ചിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയി. ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്ക് ലൈറ്റൊന്നുമില്ല, ഇപ്പോൾ മൊത്തം ഇരുട്ടാണ്. എങ്കിലും അത്യാവശ്യമായതുകൊണ്ട് കാര്യങ്ങളൊക്കെ സഹായിച്ച് പുറത്ത് വന്ന് കഴിഞ്ഞിട്ട്, പുറത്തല്ല വെള്ളം നോക്കുമ്പോൾ വെള്ളം ടാപ്പിലില്ല, ടാപ്പിൽ നിന്ന് എയർ മാത്രം വന്ന് ആകപ്പാടെ പെട്ടു. ആ സമയത്തിനിടക്ക് അവിടെ നിന്ന് വാക്കി ടോക്കിന്ന് കേൾക്കാം നിങ്ങൾക്ക് സിഗ്നൽ തന്നിട്ടുണ്ട്, വണ്ടി എടുക്കുന്ന ശേഷം മാസം ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്ക് മറുപടി പറയാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ അടുത്ത റൂമിൽ പോയി നോക്കിയപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു. പക്ഷേ അന്ന് ആ വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇത് തോന്നാറുണ്ട്. കാരണം ഒരുപാട് നേരത്തേക്ക് ഡീറ്റൻഷൻ ആകുമായിരുന്ന കേസാണ്. ഇല്ല. അപ്പോൾ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് യൂറിനറി ഇൻഫെക്ഷൻ, മറ്റ് ഈ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളും ഇവരുടെ ഇടയിൽ ലോക്കോ പൈലറ്റ്സിൻ്റെ ഇടയ്ക്ക് ഒരുപാട് യൂറിക് ആസിഡ് കൂടുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടാവും. ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. വെള്ളം കുടിക്കാതിരിക്കുന്നുണ്ടേ, നമുക്ക് വെള്ളം കുടിക്കാതിരിക്കുകയും മൂത്രം ഒഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ വരാറ്. അതെ, ഈ ടോയ്ലറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ മനഃപൂർവ്വം വെള്ളം കുടിക്കാതിരിക്കും. അതാ വെള്ളം കൂടി കുറയ്ക്കും. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.